വിഷു ആഘോഷത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും പച്ചയായി അധിക്ഷേപിച്ചുകൊണ്ട് ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന ഹോട്ടൽ പുറത്തിറക്കിയ വിഷു ആശംസാ കാർഡ് വലിയ വിവാദമായിരിക്കുകയാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ ചിക്കൻ ബിരിയാണിയും അതിനു മുകളിൽ ചിക്കൻ ഫ്രൈയും വെച്ചിരിക്കുന്ന രീതിയിലുള്ള ചിത്രം വിഷു ആശംസയായി പ്രചരിപ്പിച്ചതാണ് ഹോട്ടലിന് എട്ടിന്റെ പണിയായത്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഹിന്ദു ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും തുടർച്ചയായി അവഹേളിക്കുന്ന വർഗീയ ശക്തികളുടെ ഒത്താശയോടെയാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നതെന്ന് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ ശക്തമായ ഭാഷയിലാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ പ്രതികരിച്ചത്. ഇത് കേവലം ഒരു ആശംസാ കാർഡല്ല, മറിച്ച് ഹിന്ദു വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ തമ്മാടിത്തരം വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല എന്ന് ടീച്ചർ ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. ഈ സ്ഥാപനം കച്ചവടത്തിന് വേണ്ടി മാത്രം തുറന്നതല്ലെന്നും ഇതിനു പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട്. അധികൃതർ ഈ കട പൂട്ടിക്കാൻ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഭക്തർ ആ പണി ഏറ്റെടുക്കേണ്ടി വരുമെന്നുമുള്ള ടീച്ചറുടെ പ്രഖ്യാപനം സാംസ്കാരിക കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ സാംസ്കാരിക നായകരോ പ്രതികരിക്കാത്തതിനെ ടീച്ചർ രൂക്ഷമായി വിമർശിച്ചു. ഉത്തരേന്ത്യയിൽ ഒരു കാക്ക പറന്നാൽ പോലും ഇളകിയാടുന്ന മതേതരവാദികൾ കേരളത്തിൽ ഹിന്ദു വിശ്വാസം പരസ്യമായി അധിക്ഷേപിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണമാണെന്ന് ടീച്ചർ തുറന്നടിച്ചു. കേരള സ്റ്റോറിക്കെതിരെ വാളെടുക്കുന്നവർ ഹൈന്ദവ ദൈവങ്ങളെ മാംസാഹാരം വെച്ച് അപമാനിച്ചപ്പോൾ എവിടെ പോയി എന്നാണ് ടീച്ചറുടെ ചോദ്യം. സതീശനും പിണറായിയും ഉൾപ്പെടെയുള്ളവർ ഇത്തരം അവഹേളനങ്ങൾക്ക് കുടപിടിക്കുകയാണെന്നും BJP വൃത്തങ്ങൾ ആരോപിച്ചു. വിഷുക്കണിയും സദ്യയും പവിത്രമായി കാണുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിവാദമായതോടെ ഹോട്ടൽ ഉടമ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇത് കേവലം അബദ്ധമല്ലെന്നും ഹിന്ദു വിരുദ്ധ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. വിശ്വാസങ്ങളെ തൊട്ടുള്ള ഇത്തരം ക്രിമിനൽ കളികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ അന്ത്യം കുറിക്കുമെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP വ്യക്തമാക്കി. പണ്ട് സർക്കാസമായി ശത്രു സംഹാര പുഷ്പാഞ്ജലിയെ പറ്റി ശശികല ടീച്ചർ പ്രസംഗിച്ചപ്പോൾ അത് മുറിച്ചെടുത്തു പാഞ്ഞ സതീശന് പിന്തുണയുമായി മുഖ്യമന്ത്രി വരെ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ പറക്കുന്ന കാക്കയെ നോക്കി ആരെങ്കിലും പോ കാക്കയെ എന്ന് പറഞ്ഞാൽ പോലും മുസ്ലിം പീഡനം ആരോപിച്ചെത്തുന്ന ഇവിടെ ഇളകിയാടി കലാശം ചവിട്ടുന്നവരൊക്കെ എവിടെ പോയി? മതേതരേര മറുപടി ഉണ്ടോ എന്നും ശശികല ടീച്ചർ ചോദിക്കുകയാണ്.